റോഡ് നവീകരണത്തിനായി സൈഡ് പൊളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തിയൊന്നും നടന്നില്ല. വർഷകാലമായതോടെ ഈ കുഴിയിൽ വാഹനങ്ങൾ ചാടിയുള്ള അപകടവും പതിവായി. വിഷയം കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ഉൾപ്പെടെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി 38 ലക്ഷത്തിലധികം രൂപ ചിലവിലുള്ള നവീകരണമാണ് ഭീമനാട് തെയ്യോട്ടുചിറ റോഡിൽ നടക്കാൻ ഇരിക്കുന്നത്. റോഡ് നവീകരണം ഇങ്ങനെയൊരു കെണിയാകുമെന്ന് നാട്ടുകാരോ യാത്രക്കാരോ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഞങ്ങളുടെ നാട്ടിലെ സ്ഥിര അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഇതെന്നും വണ്ടികൾ വരിക, ഇവിടെ അത്യാവശ്യം നല്ല കുഴിയിലാണ് ഇവിടെ പെട്ടിട്ടുള്ളത്. ഇതിന്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാല്, സാഹചര്യം നമ്മുടെ റോഡിന്റെ 2 സൈഡുകളിലും ഒരു 40-30 സെന്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്തിക്കാണ്. എല്ലാ ഭാഗത്തും റോഡിന്റെ ടാറിങ് കഴിഞ്ഞ ശേഷമാണ് കോൺക്രീറ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷെ ഞങ്ങളെ പണി തുടങ്ങുന്നതിന്റെ മുമ്പ് കരാറുകാരൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2 റോഡിന്റെയും സൈഡുകളിൽ അത്യാവശ്യം വീതിക്ക് കുഴികൾ എടുത്തത് കൊണ്ട് ഇവിടെ എതിരെ വരുന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വാഹനത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? അതായത് ഇവിടെ കുടുങ്ങുക, ഇതുപോലെ കുടുങ്ങുക. നാട്ടുകാരില്ലാത്ത സാഹചര്യത്തിൽ വണ്ടി ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ ഇവിടെ നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ്. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം 2025 ഒക്ടോബർ 30-നാണ് നടന്നത്. ശേഷം റോഡിന്റെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്നതിനായി ആഴത്തിൽ കീറി. എന്നാൽ പിന്നീട് ഒരു പ്രവൃത്തിയും നടന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ കഴിയാത്ത സ്ഥിതി. രണ്ടും കൽപ്പിച്ച് സൈഡ് നൽകിയാൽ ചക്രം കുഴിയിൽ താഴും. നിരവധി അപകടങ്ങൾ ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. റോഡിന് താഴെയുള്ള വീട്ടുകാർ ജീവൻ കയ്യിൽ പിടിച്ചാണ് കഴിയുന്നത്. സൈഡ് കീറിയ ഭാഗങ്ങളിൽ വെള്ളം നിറഞ്ഞ വീടുകളുടെ അടുത്തേക്ക് കയറുന്നുമുണ്ട്. അപകടം പതിവായതോടെ നാട്ടുകാർ ചേർന്ന് കോറി വേസ്റ്റ് നിരത്തിയാണ് താൽക്കാലിക പരിഹാരം കണ്ടത്. ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറുടെയും കൊടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഷബീർ അച്ചിപ്ര പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെടുകയും 2-3 വണ്ടികൾ മറിയുകയും വലിയൊരു വണ്ടി ചെരിയുകയൊക്കെ ചെയ്തു. ഇതിന് മെയിനായിട്ട് ഇതിലൂടെ നമ്മളെ GMUP സ്കൂൾ ഭീമനാടുക്ക് പോകുന്ന ഒരു ബസ്, അതുപോലെ തന്നെ 2-3 തെയ്യോട്ടുചിറ സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ പോകുന്ന കുട്ടികളെ കയറ്റി പോകുന്ന റോഡാണ് ഇത്. പല പ്രാവശ്യം ഈ റോഡിൽ സ്കൂൾ ബസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് നാട്ടുകാരെല്ലാവരും പാടെ കൂടിയിട്ട് താങ്ങി അതിൻ്റെ അടിയിൽ കല്ലൊക്കെ ഇട്ടിട്ടാണ് നിവർത്തിയിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ അത് കാരണം ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ ഇവിടെ സംഘടിക്കുകയും ഈ റോഡ് ഒരു 10-20,000 രൂപ ചിലവാക്കി മെറ്റലും കാര്യങ്ങളൊക്കെ കൊടുന്ന് ഇന്നലെ ഒരു രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം വരെ പണിയെടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത്. ഇതിന് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ബന്ധപ്പെട്ട അധികൃതരോട്, പഞ്ചായത്തുകാരോട്, മെമ്പർമാരോട്, അതുപോലെ തന്നെ കോൺട്രാക്ടറെയും ബന്ധപ്പെട്ടപ്പോഴും അവർ വളരെയധികം അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കിത് വളരെ വൈകിട്ടിയൊരു ഫണ്ടാണ്. ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് പഞ്ചായത്തിലേക്ക് പോകുന്നതായിരിക്കും. മേലാറ്റൂർ മണ്ണാർക്കാട് റോഡിൽ നിന്നും തെയ്യോട്ടുചിറ മഹലിലേക്കുള്ള പ്രധാന പാതയാണിത്. കൂടാതെ നിരവധി സ്കൂൾ വാഹനങ്ങളും ഈ വഴി കടന്നു പോകുന്നുണ്ട്. അടിയന്തരമായി വിഷയത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്തുമെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം മുന്നറിയിപ്പ് നൽകി. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.